വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് മയണൈസ് ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം വിനീഗർ, വൈറ്റ് വിനീഗറാണ് യൂസ് ചെയ്യുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിൽ ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഞാൻ ബീറ്റർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം ബീറ്ററിൻ്റെ 1 ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ബ്ലേഡും വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. നന്നായിട്ട് അങ്ങ് സ്റ്റിഫാവും. നമ്മൾ ബീറ്റ് ചെയ്തതിനനുസരിച്ച് നന്നായിട്ട് സ്റ്റിഫാവും. ഞാനിപ്പോൾ 1 ബ്ലേഡ് മാത്രമേ നമ്മുടെ ബീറ്ററിൽ ഇട്ടിട്ടുള്ളൂ. അത് കുറച്ച് വിഷയം തോന്നുന്നു. നമുക്ക് 2 ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് റെഡിയായി വരും. ാണെങ്കിലും സെയിം പോലെ തന്നെ മിക്സിയിലും ഇതുപോലെ തന്നെ റെഡിയായി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സി ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ മയണൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളെ കയ്യിലിപ്പം ബീറ്റർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ബീറ്റർ വെച്ച് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട്, നല്ല ഒന്ന് സ്റ്റിഫായിട്ട് വരും. ഇപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ 2 ബ്ലേഡും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഫ്ലഫി ആയിട്ട്, നല്ല സ്മൂത്ത്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ഒരു 6-7 സെക്കൻഡും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. മയണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, അതുപോലെ ഈസിയലി ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.